Good morning to all. Good morning, ma'am. 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 Yeah, morning. Okay, start the other book. Start with the prayer, word of the day, and sign. പിന്നെ നമ്മള് ഖുർആന്റെ ഇത് പാടാം ഓതാൻ പറ്റുമോ? So, ഖുർആനിലുള്ള പ്രാർത്ഥന ഓതാൻ പറ്റുമോ? ഒന്ന് ചൊല്ലട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. കഴിഞ്ഞ മിസ്സേ. okay. Then, Thank you. word of the day or signing. Good morning to all. Today's thought is, what you decided to do, make sure it makes you happy. It means that the main purpose of human life is happiness. Therefore, when we choose a work which gives happiness, life becomes very enjoyable. നിങ്ങൾ എന്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചാലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം സന്തോഷമാണ്. അതിനാൽ സന്തോഷം നൽകുന്ന ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതം വളരെ ആസ്വാദകരമാകും. സോ ഡു വാട്ട് മേക്സ് യു ഹാപ്പി. താങ്ക് യു. Okay. Good morning, everyone. So let's begin our session with a calm and happy heart. Before we start learning, let's do our sign-in together. I welcome our facilitator and all my dear friends. Welcome to the class. Okay. എന്താണ് സൈനിന് ഉഷാറില്ലല്ലോ? എന്ത് പറ്റി നൂർജഹാൻ? Okay. So, how are you? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Fine, sir. Fine, ma'am. ഫൈൻ മാം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Have you had your breakfast? Yes, ma'am. Yes, ma'am. 11:30 വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിക്കുന്നത് ഇതാണെന്ന് അറിയാതെ കുഴപ്പമില്ല, ചുമ്മാ ചോദിച്ചു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആക്റ്റീവ് അല്ല എല്ലാവരും? റെഡിയാണ്? ഓക്കെ മാം, റെഡിയാണ്. ഓക്കെ, വെരി ഗുഡ്. സോ നൗ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമ്മൾ അവസാനിപ്പിച്ചു. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് റിവൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രാണ. ഓക്കെ, ആരും നോട്ട്ബുക്ക് എടുക്കണ്ട, ഒന്നും എഴുതണ്ട. ഞാൻ പറയുമ്പോൾ മാത്രം നോട്ട്ബുക്ക് എടുക്കുക, എഴുതാം. ഓക്കെ, അതുവരെ ശ്രദ്ധിച്ചിരിക്കാം. എന്താണ് പ്രാണ? What is prana? Prana is a word that used instead of a noun. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ല, നൗണിനെ കുറിച്ചിട്ടാണ്. ഒരു പേരാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ പേരായിക്കോട്ടെ, ആരുടെയും പേരായിക്കോട്ടെ, പേരിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഒരാളെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ പേര് മെൻഷൻ ചെയ്യും. മീര, മീരയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെ, മീരമണി കുറച്ച് പഠിച്ചാണ്, കുറച്ച് ക്ലവർ ആണ്, ഇന്റലിജന്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ മീര 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 എന്ന് തന്നെ നമ്മൾ കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്ത് പറയോ? നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോ അയാളുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയോ? ഇല്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യാം? ഷീ യൂസ് ചെയ്യാം. ഷീ യൂസ് ചെയ്യും നമ്മള് അല്ലെ. അവൾ, അവൻ, അത്, ഇത് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ എന്താ പറയാം? പ്രോണൗൺ. പ്രോണൗൺ ആണ് കേട്ടോ. അതായത് ഒരു പേരിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. അതിപ്പോ മെയിൽ ആയിക്കോട്ടെ, ഫീമെയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തിങ്സോ ആനിമൽസോ എന്തോ ആണെങ്കിലും ആയിക്കോട്ടെ, ആദ്യം നമ്മൾ അതിന്റെ പേര് മെൻഷൻ ചെയ്യുമെങ്കിലും മെയിൽ ആണെങ്കിൽ നമ്മൾ ഹി യൂസ് ചെയ്യുന്നു, ഫീമെയിൽ ആണെങ്കിൽ ഷീ യൂസ് ചെയ്യും. ഇനിയിപ്പോ എന്തെങ്കിലും തിങ്സോ ആനിമൽസോ ആണെങ്കിൽ നമ്മൾ ഇറ്റ് ആണ് യൂസ് ചെയ്യുക അല്ലേ? ഓക്കെ,
ഇതൊക്കെ എന്താണ്? പ്രോണൗൺ ആണ്. അപ്പൊ പേരിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? The pronoun is a word. The pronoun is a word that's used instead of a noun. Nounine പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് pronoun എന്ന് പറയുന്നത്. It is used to avoid the repetition of a noun. Nounine repetition ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡും കൂടിയാണെന്ന് പറയാം. ഓക്കെ, ഇനി നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതിക്കോളൂ കേട്ടോ. pronoun എഴുതി കൊടുക്കാം. ഡെഫിനിഷൻ എഴുതാം. മുകളിൽ കാണിച്ച ഡെഫിനിഷൻ ആണോ നമ്മൾ നോട്ടിൽ എഴുതേണ്ടത്? ഇല്ല, ഡെഫിനിഷൻ ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ചെയ്തില്ലേ? Pronoun is a word that is used instead of a noun to avoid the repetition of a noun. Okay, nounന്റെ repetition ഒഴിവാക്കാനും നമ്മൾ nounന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് pronoun എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും. രശ്മിയാ, മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഈ ഡെഫിനേഷൻ തന്നെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കാര്യം മനസ്സിലായല്ലോ, എന്താണ് pronoun എന്ന് മനസ്സിലായല്ലോ, അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ക്ലിയർ? കഴിഞ്ഞോ? Yeah, okay, and the pronoun divided into 9 kinds of pronouns are there. These are personal pronoun, emphatic pronoun, reflexive, antiphonal, distributive, demonstrative, interrogative, relative, and reciprocal pronouns. These are the 9 types of pronouns. Okay, so text അത് നിങ്ങൾ നോട്ട് എഴുതണമെന്നില്ല, കാരണം ഓൾറെഡി ടെക്സ്റ്റിലുണ്ട്, വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ, എഴുതുന്നുണ്ടോ? എഴുതി പറയണം കേട്ടോ. 80 എഴുതുവാണോ? എല്ലാവരും എഴുതാണോ? ഓക്കെ, അപ്പൊ എഴുതി കഴിയുമ്പോ പറയൂ. മിസ്സേ, എന്തോ മിസ് ഇത് റെക്കോർഡ് ക്ലാസ്സിൽ ഈ ഇതിന്റെ ഡെഫിനിഷൻ ഉണ്ടാവോ? ഇപ്പൊ മിസ് അയച്ച റെക്കോർഡ് ക്ലാസ്സിൽ കിട്ടുമ്പോ ഇതിൽ ഉണ്ടാവോ മെസ്സേജില് ഈ പ്രൊണൗൺസിന്റെ ഡെഫിനിഷൻ? മെസ്സേജസ് ഒന്നും റെക്കോർഡ് ക്ലാസ് കിട്ടില്ല കേട്ടോ, ലൈവ് ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ. മിസ് ഇപ്പൊ പ്രോനൗൺ പറഞ്ഞില്ലേ, അയച്ചു തന്നില്ലേ? അതൊരു കോള് വന്നപ്പോ കട്ടായപ്പോ അത് തിരിച്ചു വന്ന് എഴുതാൻ നോക്കുമ്പോ കാണുന്നില്ല. നമ്മുടെ കോള് കട്ടായി കഴിഞ്ഞാൽ മെസ്സേജസ് ഒന്നും കാണില്ല. ഞാൻ അതോടെ സെൻഡ് ചെയ്യാം. എഴുതൂ. Okay, 9 types of pronouns. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിയുമ്പോ പറയൂട്ടോ. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ടൈം എടുത്ത് എഴുതിക്കോളൂ. എഴുതി കഴിയുമ്പോ പറയാം. അപ്പൊ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതി കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ഇനി അതിലെ ഫസ്റ്റ് വൺ ഏതാണ്? പോസൽ പ്രോണൗൺ ആണ്.
അത് ഹെഡിങ് ആയിട്ട് എഴുതാം കേട്ടോ. പേഴ്സണൽ പ്രോണൗൺ ഹെഡിങ് ആയിട്ട് എഴുതാം. ഹെഡിങ് is personal pronoun. ഹെഡിങ് മാത്രം എഴുതിയാൽ മതി. ഇനി പറയുന്നത് നമുക്ക് എഴുതാൻ കേട്ടോ. ഇങ്ങനെ എഴുതാൻ പറയുമ്പോൾ മാത്രം എഴുതാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പേഴ്സണൽ അല്ല, പേഴ്സണൽ ആണ്. അപ്പൊ നമുക്ക് പേഴ്സണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോണൗൺസ് ആണ് അല്ലെ. അതായത് നമുക്ക് ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പേഴ്സണൽ പ്രോണൗൺസ് ഉണ്ടാകും. അതുപോലെ തന്നെ സെന്റൻസിൽ സബ്ജക്റ്റീവ് പ്രോണൗൺസ് കാണാം, ഒബ്ജക്റ്റീവ് പ്രോണൗൺസ് കാണാം, പോസസീവ് പ്രോണൗൺസ് കാണാം അല്ലെ. എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞാണ്. കേൾക്കുമ്പോൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും, കാര്യമാക്കണ്ട കേട്ടോ. അതൊക്കെ നിങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സബ്ജക്ട്സ് പരിചയപ്പെടാം. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഇതൊക്കെ എന്താണ്? സബ്ജക്ട് പ്രോണൗൺസ് ആണ്. ഒരു പേഴ്സണെ പറയുന്ന, ഒരു പേഴ്സണലി നമ്മൾ പറയുമ്പോഴും ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സബ്ജക്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ സബ്ജക്ട് പ്രോണൗൺസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. സബ്ജക്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ സ്കൂളിൽ പോവാണ്, ഐ എം ഗോയിങ് ടു സ്കൂൾ. ഐ എം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്ന സെന്റൻസിൽ സബ്ജക്ട് ഏതാണ്? ആണ്. അതുപോലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇതെല്ലാം. അത് പ്രോണൗൺസ് ആണ്. ഞാൻ, ഐ, ഞാൻ സബ്ജക്റ്റ് ആയിട്ട് വരും. നീ വരും അല്ലെ, യു ആർ ഗോയിങ് ടു സ്കൂൾ. നീ സബ്ജക്റ്റ് ആയിട്ട് വരും. വി, ഞങ്ങൾ പോകുകയാണല്ലേ, ഞങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ്. അവരും വരും സബ്ജക്റ്റ് ആയിട്ട്. അവൾ, അവർ, അവൾ, അവൻ, അത് ഒക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് സബ്ജക്റ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ എഴുതിക്കോളൂ, സബ്ജക്ട് പ്രോണൗൺസ്. സബ്ജക്ട് പ്രോണൗൺസ് ചെറിയൊരു ഹെഡിങ് ഉണ്ട്. ടെക്സ്റ്റ് കണ്ടിട്ട് ഓൾറെഡി ഇതെല്ലാം. Pronouns used as the subject of a sentence. Subject pronoun എന്ന് പറയുന്നത് സെന്റൻസിൽ സബ്ജക്റ്റ് ആയിരിക്കും അല്ലെ. സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോണൗൺസ് ആണ് എന്ത്? സബ്ജക്റ്റ് പ്രോണൗൺസ്. സബ്ജക്റ്റ് പ്രോണൗൺസ് എഴുതി കൊടുക്കുക. Subject pronouns are used as the subject of a sentence. ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന അതേ സെന്റൻസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിൽ എഴുതി വെക്കാം. ഇനി ടെക്സ്റ്റ് കയ്യിലുള്ളവരാണെങ്കിൽ നോട്ട് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. Pronouns, this pronoun used as the subject of a sentence. സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന പ്രോണൗണിനെയാണ് സബ്ജക്ട് പ്രോണൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചെയ്ത ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്, അതിൽ ഞാനാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സബ്ജക്ട്സും എഴുതി വെക്കാം. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. മാം, ഇതില് ഇറ്റ് എങ്ങനെയാ വരുന്നത്? ഇറ്റ് വരുന്നില്ല. അതെങ്ങനെയാ വേർഡ് മീനിങ് ആയിട്ട് വരുന്നത്? ഇറ്റ് ഈസ് എ ക്യാറ്റ്. അതൊരു ക്യാറ്റ് ആണ്. ഇറ്റ് ഈസ് എ ക്യാറ്റ്. ഓക്കെ, അപ്പൊ ഇറ്റ് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഓക്കെ ഓക്കെ.
എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് ഒബ്ജക്റ്റ് pronoun. ഒബ്ജക്റ്റ് pronoun എന്ന് പറയുമ്പോൾ സെന്റൻസിലെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന pronoun ആണ് ഒബ്ജക്റ്റീവ് pronoun. എഴുതിക്കോളൂ, pronouns used as a subject of a sentence. Sorry, object of a sentence ആണ് ട്ടോ. Pronouns used as the object of a sentence. ടെക്സ്റ്റില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, ഇഗ്നോർ ചെയ്യാം. നോട്ടിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം ട്ടോ. Pronouns used as the object of a sentence. എക്സാമ്പിൾ എഴുതാം. ഷാഹിന റെസ്പെക്ട്സ് മീ. ഷാഹിന റെസ്പെക്ട്സ് മീ. ഷാഹിന റെസ്പെക്ട്സ് മീ. ഷാഹിന എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഷാഹിന എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ആ സെന്റൻസിലെ സബ്ജക്ട് ആരാണ്? ഷാഹിനയാണ്. ഒബ്ജക്ട് ആരാണ്? Me. എന്നെയാണ്. ഓക്കെ, എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ എന്നെ, അപ്പൊ ഏതൊക്കെയാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാ? എന്നെ, നിന്നെ, ഞങ്ങളെ, അവരെ, അവനെ, അവളെ, അതിനെ. ആ രീതിയിലേക്കാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഷാഹിന റെസ്പെക്ട് യു, എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. ഷാഹിന റെസ്പെക്ട് us, ഞങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. ഷാഹിന റെസ്പെക്ട് them, അവരെ റെസ്പെക്ട് ചെയ്യുന്നു. ഷാഹിന റെസ്പെക്ട് him, ഷാഹിന റെസ്പെക്ട് her. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഒബ്ജക്റ്റിൽ വരുന്നതാണ് കേട്ടോ. മീ, യു, us, them, him, her, it. ഇതൊക്കെ എന്താണ്? ഒബ്ജക്റ്റ് പ്രോണൗൺസ് ആണ്. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ, ഒബ്ജക്റ്റ് പ്രോണൗൺസ് ആണ്. Next, possessive pronoun. Possessive pronoun is a pronouns used to denote possession. Possession means ownership ആണ് ട്ടോ. എഴുതിക്കോളൂ, pronouns used to denote possession. പൊസഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു pronoun ആണ് possessive pronoun എന്ന് പറയുന്നത് ട്ടോ. ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാവേ. എക്സാമ്പിൾ എഴുതിക്കോളൂ കേട്ടോ. സെയിം എക്സാമ്പിൾ തന്നെ എഴുതാം. അജ്മൽ ഈസ് മൈ സൺ. അജ്മൽ ഈസ് മൈ സൺ. Ajmal is my son. Okay, clear? Next ചെയ്തിട്ടുണ്ടേ, ആ കീവേഡ്സ് ഇവിടെ എഴുതി വെക്കുക. ഏതൊക്കെയാണ്? മൈ ഓർ മൈ, എന്റെ അല്ലെ, എന്റെ ആണ്, അത് ഓണർഷിപ്പ് ആണ്. എന്റെ വീടാണ്, ഇത് എന്റെ പേനയാണ്, അല്ലെങ്കിൽ നിന്റെ പേനയാണ്, ഇത് ഞങ്ങളുടെ പേനയാണ്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ അവരുടെയാണ്, അവന്റെയാണ്, അവളുടെയാണ്, അതിന്റെയാണ് അല്ലെ. ഓണർഷിപ്പ് ആണല്ലോ. എന്റെ ഇതൊരു മീനിങ്ങിൽ വരുന്നതാണ്. അപ്പൊ നമുക്കവിടെ മൈ ഓർ മൈൻ യൂസ് ചെയ്യാം. എന്റെ എന്ന് പറയുമ്പോൾ മൈ ഓർ മൈൻ യൂസ് ചെയ്യാവുന്നതാണ്. യുവർ, അവർ, their, his, her, it. ഇതൊക്കെയാണ് possessive pronouns. Possessive pronouns. Clear? ഓക്കെ, അപ്പൊ ഈ 3 ടൈപ്സ് പ്രൊണൗൺസ് മനസ്സിലായത് ഇങ്ങനെ പേഴ്സണൽ പ്രൊണൗൺസിൽ പെടുന്നതാണ് കേട്ടോ. പേഴ്സണൽ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊണൗൺസ് ആണ്. അതിൽ സബ്ജക്റ്റ് പ്രൊണൗൺസ് ഉണ്ട്, ഒബ്ജക്റ്റ് പ്രൊണൗൺസ് ഉണ്ട്, പോസിറ്റീവ് പ്രൊണൗൺസ് ഉണ്ട്. അപ്പൊ അത് 3 എന്തൊക്കെയാണ് നമ്മൾ മിക്കതും യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ ഉണ്ടാവുന്ന ഡൗട്ട്.
ഇത് കാര്യമാക്കണ്ട, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെയാണ്. പക്ഷെ നമ്മൾ കറന്റ് ഇതെല്ലാം എല്ലാ പ്രോനൗൺസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ 3 ക്ലിയർ ആയല്ലോ. ഈ 3 പ്രോനൗൺസ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അറിയേണ്ടത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഈ സബ്ജക്റ്റ് എല്ലാം നമ്മൾ കണ്ടു അല്ലെ? ഈ സബ്ജക്റ്റിലുള്ളതാണ് ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഒക്കെ ആയിട്ട് വരാട്ടോ. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ഏതാ? ഫസ്റ്റ് പേഴ്സൺ എന്താണ്? ആരാണ് ഫസ്റ്റ് പേഴ്സൺ? നോട്ട് എഴുതിയും കുഴപ്പമില്ല കേട്ടോ, മനസ്സിലാക്കി വെച്ചാലും മതി. ഫസ്റ്റ് പേഴ്സൺ ആരാണ് ശരിക്കും? ആരാ ഫസ്റ്റ് പേഴ്സൺ? നമ്മള് പറയുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ. അതെ, സംസാരിക്കുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ. ഇവിടെ എടുക്കുകയാണെങ്കിൽ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ, ഞാനാണ് ആദ്യം സംസാരിക്കുന്നത് അല്ലെ? അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളായിരിക്കും എന്ത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരാം. ഞാൻ അല്ലെങ്കിൽ ഞങ്ങളായിരിക്കും ഒരാളോട് സംസാരിക്കുക അല്ലെ? അപ്പൊ ഞാൻ ആൻഡ് ഞങ്ങൾ, സിംഗുലർ പ്ലൂരൽ. മീൻസ് ഒരാളും ഒന്നിൽ കൂടുതൽ ആൾക്കാരും സംസാരിക്കുകയാണെങ്കിൽ ഞാനും ഞങ്ങളും തന്നെ പറയുള്ളൂ. ഞങ്ങൾ നിന്നോട് സംസാരിക്കുകയാണ് അല്ലെ? ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളാണ് വിളിക്കുന്നത് അല്ലെ? നീയല്ല, നിങ്ങളാണുള്ളത്. അപ്പൊ ഐയും ബിയും എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. പേഴ്സൺ ഓർ പേഴ്സൺ സ്പീക്കിംഗ് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് സംസാരിക്കുന്ന അവരാണ് എന്ത്? ഫസ്റ്റ് പേഴ്സൺ. അപ്പൊ ഇവിടെ ഐയും ബിയും ആണ് എന്ത്? ഫസ്റ്റ് പേഴ്സൺ. ഐ ആൻഡ് ബി. സെക്കൻഡ് പേഴ്സൺ എന്താ? ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവരാണ് സെക്കൻഡ് പേഴ്സൺ. കേൾക്കുന്ന ആൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തോ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആൾ, അതാണോ സെക്കൻഡ് പേഴ്സൺ? കേൾക്കുന്ന ആളല്ല. കേൾക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ഒരാളോട് ആരോട് മുഖത്ത് നോക്കിയാണോ സംസാരിക്കുന്നത്, നമ്മൾ ആരോടാണോ ഒരാളുടെ മുഖത്ത് നോക്കി ഇരിക്കുന്ന അതാ സംസാരിക്കുന്നത്, ഉദ്ദേശിച്ചത്. നമ്മൾ ആരോടാണോ പറയുന്നത് ആ കേൾക്കുന്ന ആളാണ് സെക്കൻഡ് പേഴ്സൺ ആയിരിക്കുക. അതാണ് സെക്കൻഡ് പേഴ്സൺ. ഇപ്പൊ ശ്യാമ എന്നോട് സംസാരിച്ചത് ഞാനാണ് അപ്പൊ സെക്കൻഡ് പേഴ്സൺ. മാറിപ്പോട്ടോ ഷൈമ, ഞാൻ ഈ വേണമെങ്കിൽ ശ്യാമാന്ന് പേരിടാം. ഓക്കെ, അപ്പോ ഷൈമ ഇപ്പൊ എന്നോട് സംസാരിച്ചപ്പോ ഷൈമ ഫസ്റ്റ് പേഴ്സൺ ആയി, ഞാൻ സെക്കൻഡ് പേഴ്സൺ ആയി. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ മനസ്സിലായി. എപ്പോഴും സെക്കൻഡ് പേഴ്സൺ യു അല്ലെങ്കിൽ യുവർ ആയിരിക്കും. ഓർ ആരും വരില്ല കേട്ടോ. യു അല്ലെങ്കിൽ യുവർ ആയിരിക്കും സെക്കൻഡ് പേഴ്സൺ. യു ഓർ യുവർ. ഇനി തേർഡ് പേഴ്സൺ, നമ്മൾ രണ്ടുപേരും കൂടെ ഒരാളോട് സംസാരിക്കുമ്പോ അത് തേർഡ് പേഴ്സൺ ആയി അല്ലെ? അതാരായിരിക്കും ഇപ്പോ? അവളോ, അവരോ, അതോ, ഇതോ, മ്യൂട്ട് ചെയ്തോ എല്ലാവരും? ഓക്കെ, അപ്പോ തേർഡ് പേഴ്സൺ ആരാണ്? അവളോ, അവനോ, അവരോ ആകാം. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അവന്റെ കാര്യവും അല്ലെങ്കിൽ അവളുടെ കാര്യവും അല്ലെങ്കിൽ അതിന്റെ കാര്യവും അവരുടെ കാര്യമായിരിക്കും പറയാം അല്ലേ? ഇത്രയേ ഉള്ളൂ. അതാണ് തേർഡ് പേഴ്സൺ. ഒക്കെ ജസ്റ്റ് സിമ്പിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതാണേ. ഇതൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും വരില്ല. നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയുമ്പോ വരുന്ന കൺഫ്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് കാര്യമാക്കണ്ട കേട്ടോ. ഓൾറെഡി നമ്മൾ പറയുന്നതാണ്, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അത്രയാണുള്ളത്. പിന്നെ എന്താണ് ഫസ്റ്റ് പേഴ്സൺ എന്തൊക്കെയാണെങ്കിൽ അതിൽ സബ്ജക്ട്, ഒബ്ജക്ട്, പൊസസീവ് ഏതൊക്കെയാണെന്ന് കാണിച്ചിരിക്കുന്ന ടേബിൾസ് ആണത്. ഓക്കെ, സബ്ജക്ട് പ്രൊനൗൺ ഐയും ബിയും ആണ്. അതായത് ഐ സിംഗുലർ ആണെങ്കിൽ ബി എന്താണ്? പ്ലൂറൽ ആണ്. ഞാനും ഞങ്ങളും ഓൾറെഡി നമുക്കറിയാം, ഞാൻ സിംഗുലർ ആണ്, ഞങ്ങൾ പ്ലൂറൽ ആണ്. ഓക്കെ, ഇനി ഐയുടെ തന്നെ ഒബ്ജക്റ്റീവ് എന്താണ്? മീ ആണ് വരാം, എന്നെയാണ് വരാം. ബി എന്തായിരിക്കും? അസ് ആണ്, ഞങ്ങൾ ഞങ്ങളുടെ ആകും അല്ലെ? ഞങ്ങളെയാണ് ആവാം. പൊസസീവ് എന്താണ് ഇവിടെ? ഐയുടെ ആണെങ്കിൽ മൈ, എന്റെ. ഞങ്ങളുടെ ആണെങ്കിൽ ഞങ്ങളുടെ വരും. അപ്പോ ഫസ്റ്റ് പേഴ്സന്റെ ഒബ്ജക്റ്റീവും പൊസസീവും പ്രൊനൗൺസ് ആണ് ടേബിളിലുള്ളത്. ഓൾറെഡി നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് പേഴ്സന്റെയോ യു 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 ഇതൊക്കെ തന്നെയാണ്. യുവിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. യു സബ്ജക്റ്റ് ആയിട്ടും വരും, ഒബ്ജക്റ്റ് ആയിട്ട് വരും, പൊസസീവ് ആയിട്ട് വരും. ഇനി തേർഡ് പേഴ്സൺ ആയിക്കോട്ടെ,
തേർഡ് പേഴ്സൺ ഹി ഓർ ഷീ ഒക്കെയാണ് വരാ. അപ്പോ തേർഡ് പേഴ്സണിലെ ഹി ആണ് വരുന്നെങ്കിൽ ഒബ്ജക്റ്റ് ഹിം ആണ്, പൊസസീവ് ഹിസ് ആണ്. ഷീ ആണെങ്കിൽ ഒബ്ജക്റ്റ് ഹർ ആണ്, പൊസസീവ് ഹർ ഹേഴ്സ് ആണ്. അവിടെ അവളുടെ തന്നെയാ പറയാം. ഇറ്റ് സെയിം തന്നെയാണ്. ഇറ്റ് സബ്ജക്റ്റ് ആയിട്ടും വരുന്നുണ്ട്, ഒബ്ജക്റ്റ് അഡിക്റ്റ് വരുന്നുണ്ട്, പൊസസീവ് ആയിട്ട് ഇറ്റ്സ് അതിന്റെ എന്ന് പറയും. ഇനി സബ്ജക്റ്റ് ആയിട്ട് ദേ വരുന്നുണ്ട്, ഒബ്ജക്റ്റ് ആയിട്ട് ദം ആണ് വരാ, അവരെ. ദയർ എന്താണ്? അവരുടെ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സബ്ജക്ട്സിന്റെ മീനിങ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? മീനിങ് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മീനിങ് പറയണോ? എല്ലാത്തിന്റെയും എല്ലാ സബ്ജക്ട്സിന്റെയും മീനിങ് പറയണോ? എഴുതിക്കോളൂ, മീനിങ് എഴുതിക്കോളൂ കേട്ടോ. ഐ ഞാൻ. ഐ അറിയാമെങ്കിലും ചുമ്മാ എഴുതിക്കോളൂ. ഐ ഞാൻ. മീ എന്നെ. മീ എന്നെ. താഴെ എഴുതാം കേട്ടോ. താഴെയോ ഇങ്ങനെ എഴുതാം. ടെക്സ്റ്റ് ചെയ്യുന്നത് അതേപോലെ എഴുതുക. മീനിങ് അതിന് ശേഷം പറയാവേ. ഐ, മീ, മൈ ഓർ മൈൻ, യു, യുവർ ഓർ യുവേഴ്സ്, we, us, our or ours, they, them, their. വേറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. THEIR ആണ്. THEIR ആണ് കേട്ടോ. ഫസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. They, them, their. He, him, his. She, her, hers. Her or hers में था her or hers. Her or hers में था. इन्हें क्या मतलब था? She, her, then her or hers. It's. ഇങ്ങനെ തന്നത് ഫസ്റ്റ് സബ്ജക്ട്, then ഒബ്ജക്ട്, then പോസിറ്റീവ്. ആ ഒരു ബേസിലാണ് ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഫ്ലോയിൽ ഞാൻ എഴുതിയത് കേട്ടോ. then ഐ എന്താണ്? ഐ ഞാൻ. മീ എന്നെ. മീ എന്നെ. മൈ or my എന്റെ. മൈ or my എന്റെ. യു നീ. നീ or നിങ്ങൾ എന്ന് പറയാം. യു നീ or നിങ്ങൾ. യുവർ or yours എന്താണ്? നിങ്ങളുടെ. നിങ്ങളുടെ നിന്റെ എന്നൊക്കെ പറയാം കേട്ടോ. അറിയാതെ മീനിങ്. യു തന്നെയാണ് വരാം. നിന്റെ, നിന്റെ, നിങ്ങളുടെ, നീ ഒക്കെ പറയും. അപ്പൊ യുവർ നിങ്ങളുടെ. വി ഞങ്ങൾ. വി ഞങ്ങൾ. അസ് ഞങ്ങളെ. അസ് ഞങ്ങളെ. അവർ ഞങ്ങളുടെ.
അവർ or ours ഞങ്ങളുടെ they our them അവരെ they our them അവരെ they are അവരുടെ they are അവരുടെ he അവൻ he അവൻ him അവനെ his അവന്റെ he അവൻ him അവനെ his അവന്റെ she അവൾ her അവളെ she അവൾ her അവളെ her or hers അവളുടെ her or hers അവളുടെ it അത് അത് or ഇത് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അത് ഇത് എന്നൊക്കെ പറയാം. അപ്പൊ അത് രണ്ടാമത്തെ it എന്താണ്? അതിനെ 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 or ഇതിനെ രണ്ടും കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് it. അത് or അതിനെ it's അതിന്റെ it's അതിന്റെ okay clear ഇതെന്താ ഇതെന്താ പറഞ്ഞേ? it അത് ഉം. രണ്ടാമത് it അതിനെ it's അതിന്റെ okay clear ഇത്രയാണ് പേഴ്സണൽ പ്രോനൗണിൽ പറയാനുള്ളത്. ടെക്സ്റ്റ് കിട്ടുമ്പോൾ ആർക്കെങ്കിലും ടെക്സ്റ്റ് കിട്ടാനുണ്ടോ? എല്ലാവരും കിട്ടിയോ ടെക്സ്റ്റ്? ഇല്ല മാം. കിട്ടിയിട്ടില്ല. ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാറില്ലേ? അല്ല, എനിക്ക് ജിപേ അയക്കണതിന്റെ എന്തൊരു ബുദ്ധിമുട്ട് കാരണം. അതിന് വേറെ ആളെ അക്കൗണ്ട് ജിപേ അയച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താ പോരെ? ഏട്ടന്റെ അക്കൗണ്ട് മാത്രമേ അറിയുള്ളൂ. എനിക്ക് എന്റെ അക്കൗണ്ട് വർക്കാവില്ല, അതില് ജിപേ വർക്കാവണില്ല. അപ്പൊ ഏട്ടന്റെ അക്കൗണ്ട് മാത്രമേ അറിയുള്ളൂ. ഇനി വീട്ടിൽ പോകുമ്പോ അമ്മടെ നോക്കണം. പിന്നെ ടെക്സ്റ്റ് കിട്ടുമ്പോ ഒന്ന് വായിക്കാം. ടെക്സ്റ്റ് ഉള്ളവര് ഒന്ന് വായിച്ചൊക്കെ നോക്കാം. ഇന്നത്തെ പോർഷൻസ് ഒക്കെ ഒന്ന് വായിക്കാം. പേഴ്സണൽ പ്രോനൗൺ എന്താണെന്ന് ഏകദേശം ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? ചുമ്മാ ഒന്നുമില്ല, നമ്മുടെ സബ്ജക്റ്റും ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണോ മനസ്സിലായോ എന്ന് പറയോ? ഓക്കെ, ടെക്സ്റ്റ് ചെയ്തോളൂ. പേര് ടെക്സ്റ്റ് ചെയ്തോളൂ, ഞാൻ വിളിക്കാം. പെട്ടെന്നാണ്. അന്നാന്ന് എടുത്ത ടോപ്പിക്സ് അന്നാന്ന് തന്നെ പഠിച്ചു പോകുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നത്തേക്ക് വെക്കണ്ട. ഇംഗ്ലീഷ് അങ്ങനെ പഠിച്ചു പോവാം. കാരണം ഒന്നാമത് നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉള്ളത് പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഈ 9 pronouns are 9 kinds ഒന്നുമില്ല, അത് മിസ് വായിച്ചിട്ടില്ലല്ലോ. വായിച്ചല്ലോ. വായിച്ചിന്. 9 types of pronouns ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ വായിച്ചതാണ്. അതിനുശേഷമാണ് നമ്മുടെ പേഴ്സണൽ പ്രോനൗണിലേക്ക് പോയത്. അതിന്റെ ഫസ്റ്റ് 9 pronounsൽ ഫസ്റ്റ് പ്രോനൗൺ ആണ് പേഴ്സണൽ പ്രോനൗൺ. ഓക്കെ, ഒരെണ്ണം കഴിയും കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം, പറഞ്ഞു പഠിക്കാം. ഓക്കെ, ഞാൻ വരെ ക്ലാസ് കുറച്ച് ലേറ്റ്
ഇപ്പൊ ഈ പ്രോണോണിന്റെ മിസ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഈ വേർഡിന്റെ ഫസ്റ്റ് അത് ഒന്നുകൂടി പറഞ്ഞുതരോ? ശ്രദ്ധിച്ചിരിക്കോട്ടോ, എല്ലാവരും പറയുന്നുണ്ടേ, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ മനസ്സിലായാലും പേജ് ടെക്സ്റ്റ് ചെയ്യാട്ടോ, ഒന്ന് പറയാം, ക്ലാസ്സിൽ ഒന്ന് റിവൈൻഡ് ചെയ്യാവേ. ഫസ്റ്റ് സപ്ന പറഞ്ഞോളൂ, നന്നായിട്ട് പറയും കേട്ടോ. ഇപ്പൊ ഞാൻ എടുത്തിട്ട് മനസ്സിലാവാത്തവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർക്കും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ തന്നെ ഒന്ന് പറയാൻ നോക്കാം കേട്ടോ. ഓക്കെ സപ്ന. മാം, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടുഡേ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് pronoun. Pronoun is a word that we use in place of a noun. അതായത് നമ്മളൊരു പിന്നെ പേര് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് pronoun എന്ന് പറയുന്നത്. It is used to avoid the repetition of a noun. For example, Sapna is a girl, or Sapna is a woman. Next we are saying Sapna is Sudesh's wife. So in the to avoid this repetition, we can use she is Sudesh's wife. So this kind we are using pronoun. There are 9 kinds of pronouns: personal pronouns, emphatic pronoun, reflective pronoun, indefinite pronoun, distributive pronouns, demonstrative pronoun, interrogative pronouns, and reciprocal pronouns. These are the 9 categories of pronoun. In this we have discussed about personal pronoun. Personal pronoun means it is used instead of a noun to avoid the repetition. The same I have told you. For example, I, you, we, they, she, he, it. These are the examples. And in this personal pronoun, we have 3 categories. That is subject pronoun, object pronoun, possessive pronoun. Subject pronoun is used as the subject of a sentence. Example, I am a teacher. In this sentence, I is subject. Okay. And object pronoun is used as the object of a sentence. For example, Shahila respect me. Here Shahina is subject and me is object. So object pronoun, we use me as an object pronoun. Okay, then next one is possessive pronoun. Possessive pronoun used to denote the possession. For example, Ajmal is my son. That means Ajmal belongs to me. The possession, what is the possession of the Ajmal? Ajmal is my son. That denote the possession. Okay, and this we have also discussed about the first person, second person, third person. First person means the person who is speaking. I, we. The direct first who come first, that is I and we. The second person is the person or person who is speaking to, that is you. And the third person means the person or thing spoken, that is she, it, they. We also discussed about the subject pronoun in singular form. In singular form, subject pronoun is I, and plural form it turn we. And object pronoun in singular term it is me, and in plural it is us. Possessive pronoun means my and mine, and in come to plural it is our and ours. And we have discussed about the third person. The subject pronoun is he and she. In come to plural it is it and they. In object pronoun it is him and she, her. Him come in singular pronoun of male person, and when come to female person it will be her, and plural it is it, and all gender we will call it them. And possessive pronoun in singular form we will say his, and when come to female version it is her and hers, and plural form it is it, and in all gender we will call their and theirs. Thank you, ma'am. Okay, Sapna.
Then Divya Lakshmi, it's your turn. Okay, Divya, class-ലുണ്ടോ? Divya ഇല്ലല്ലോ ക്ലാസ്സില്. ഇനി ആരാ പറയാ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇനി ആരാ പ്രസന്റ് ചെയ്യാം? നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പൊ ആർക്കും മനസ്സിലായില്ല എന്നാണോ പറയുന്നേ? എന്താ ഒന്നും വേണ്ടാതെ റെസ്പോണ്ട് ചെയ്യുന്നു. പേഴ്സണൽ പ്രോണൗൺ ക്ലിയർ ആയോ? മനസ്സിലായി മിസ്റ്റർ. പിന്നെ വായിക്കാൻ ഒരു ഇതുപോലെ. പറയൂ, പറഞ്ഞാലേ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. The അതുകൊണ്ടാണ് പറയുന്നത്. pronoun. The pronoun. A pronoun is a word that we use in place of a noun. It is used to avoid the repetition of a noun. Pronouns are of a 9 kinds. Personal pronoun, I, we, you. Empathic pronoun, myself, ourself, yourself. Oh. എന്താ എടുത്ത് ഏത് ടോപ്പിക്കാണെന്ന് സംസാരിച്ചേ നമ്മള്? ഓക്കെ, അത് ഞാൻ മിസ് ചെയ്തെടുത്ത് വായിച്ചു എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇത് വായിച്ചു. സോറിയേ, ഞാനൊന്ന് ഇന്ന് എടുത്തത് വായിക്കട്ടെ. ഞാൻ ഇത് വായിച്ച് ഞാൻ കേട്ടിട്ടില്ല. പ്രോണൗൺ എന്താണ് റിജു? റിജുവിന് എന്താ മനസ്സിലായത്? പ്രോണൗൺ എന്താണ്? What is pronoun? പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേര് അല്ലേ? അറിയില്ലേ? സോറി, എനിക്ക് പറയാൻ അറിഞ്ഞൂടെ. പറയാൻ അറിഞ്ഞൂടെന്ന് പറയാൻ പാടില്ല കേട്ടോ. ടീച്ചർ ആവണ്ടേ? എല്ലാവരും ടീച്ചർ ആകാൻ വേണ്ടി കോഴ്സിൽ വന്ന് ചേർന്നേ അല്ലെ, ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് എന്താ ചെയ്യണ്ടേ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ? ഓക്കെ, അപ്പൊ പ്രോണൗൺ എന്താണെന്നാണ് റിജുവിന് മനസ്സിലായത്? ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നിങ്ങൾ പേടിക്കരുത് കേട്ടോ. മിസ്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അതായത് മിസ്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഡൗട്ട് ചോദിക്കാൻ മടിയുള്ളവരുണ്ടാകും. അവരോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാം? പറഞ്ഞു കൊടുക്കും, ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും. അതിന് വേണ്ടിയാണ്. ഓക്കെ, റിജു പറയാം. റിജുന് എന്താണ് മനസ്സിലായത്? പ്രോണൗണിനെ കുറിച്ച് റിജുന് മനസ്സിലായത് എന്താണ്? അത് പറയും. ഒരു പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു വേർഡിനെ പിന്നെ യൂസ് ചെയ്യുന്ന വേർഡ് അല്ലെങ്കിൽ ഒരു സ്ഥലം, അതിനെയാണ് നൗൺ എന്ന് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ മിസ്റ്റർ, സോറി. എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത്രയും പേടി. അങ്ങനെയായിരുന്നു. ഇല്ല, പറഞ്ഞിട്ടില്ല. ഒരു പേരിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ് അല്ലേ പ്രോണൗൺ? റിജു ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. പറയാം, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയുന്നത്? മഹേഷ് എന്നാണ് പ്രൊഫൈൽ നെയിം. പേരെന്തായിരുന്നു? പകരമായിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെ പറയാൻ പറ്റില്ല. എന്തൊക്കെയാ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ മാം. വിനീഷ പറയൂ. മൈ നെയിം ഈസ് വിനീഷ ഫ്രം പാലക്കാട്. മേഡം, ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ, അതായത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ലീവ് എടുത്തപ്പോഴാണ്. അപ്പൊ അതിന്റെ പോരായ്മകൾ ഉണ്ടാവും. ടുഡേ വി ആർ സ്റ്റഡിയിങ് pronoun. A pronoun is a word that we use in place of a noun. ഒരു പേരിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് noun, pronoun. It is used to avoid the repetition of a noun. ഇപ്പൊ നമ്മൾ ആദ്യം പേര് വെച്ച് ഒരു വേർഡ്, ഒരു സെന്റൻസ് തുടങ്ങും. പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ വിനീഷ എന്ന് വെച്ചിട്ട് തുടങ്ങി, പിന്നെ വീണ്ടും പേര് യൂസ് ചെയ്യാതെ ഷീ എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സ്റ്റഡിങ് പേഴ്സണൽ പ്രോനൗൺ. പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ ഐ അല്ലെങ്കിൽ വി, യു,
എന്നൊക്കെ യൂസ് ചെയ്യും. പിന്നെ പേഴ്സണൽ പ്രോനൗൺസ് ആർ യൂസ്ഡ് ടു refer back to someone or something that has already been mentioned. The personal pronouns are three pronouns: subject pronoun, object pronouns, possessive pronouns. Subject pronouns used as the subject of a sentence. ഇപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഐ ആണ് അതിലെ സബ്ജക്റ്റ് പ്രോനൗൺ. ഒബ്ജക്റ്റ് പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ പ്രോനൗൺസ് യൂസ്ഡ് ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ്. ഫോർ എക്സാമ്പിൾ ഷാഹിന റെസ്പെക്ട്സ് മീ, അതിലെ മീ ആണ് ഒബ്ജക്റ്റ്. പിന്നെ പൊസസീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ പ്രോനൗൺസ് യൂസ്ഡ് ടു ഡിനോട്ട് പൊസിഷൻ. അജ്മൽ ഈസ് മൈ സൺ, അതിൽ എൻ്റെ പൊസസീവ് എന്ന് പറയുമ്പോൾ എൻ്റെ എന്നൊക്കെ അർത്ഥം വരും. അജ്മൽ ഈസ് മൈ സൺ, അജ്മൽ എൻ്റെ മോനാണ് എന്നർത്ഥം. പിന്നെ അതിൽ ദേ ആർ ആൾസോ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഈസ് ദ പേഴ്സൺ ഓർ പേഴ്സൺ സ്പീക്കിംഗ്, സംസാരിക്കുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ. ഐ ഓർ വി ഇതൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ദ പേഴ്സൺസ് ഓർ പേഴ്സൺസ് സ്പോക്കൺ ടു, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരാണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺസ് ദ പേഴ്സൺസ് ഓർ തിങ്, നമ്മൾ സംസാരിക്കുന്നത് ആരാണോ, നമ്മൾ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും സംസാരിക്കുന്നത് ആരാണോ കേൾക്കുന്നത് അതാണ് തേർഡ് പേഴ്സൺ. സബ്ജക്റ്റ് പ്രോനൗൺ അതിന്റെ സിംഗുലർ ഐ ആണെങ്കിൽ പ്ലൂറൽ വി ആയിരിക്കും. പിന്നെ ഒബ്ജക്റ്റ് പ്രോനൗൺ മീ ആണെങ്കിൽ പ്ലൂറൽ അസ് ആയിരിക്കും. പൊസസീവ് പ്രോനൗൺ മൈ, മൈൻ, പ്ലൂറൽ ഓർ അവേഴ്സ്. താങ്ക് യു മാം. ഓക്കെ വിനീഷ, അത്യാവശ്യം വിനീഷ കുറച്ച് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ മാം. ഓക്കെ, അമല പറയൂ. പറഞ്ഞോളൂ. ഞാൻ എനിക്ക് മനസ്സിലായതും പിന്നെ പഠിപ്പിച്ചതും കൂടെ ഞാൻ മിക്സ് ചെയ്ത് പറഞ്ഞാൽ മതിയോ? ഓക്കെ. പേരിന് പകരം യൂസ് ചെയ്യുന്ന വേർ, അതായത് പ്രൊനൗൺസിന്റെ ഇൻസ്റ്റെന്റ് ഓഫ് നോൺ ടു അവോയ്ഡ് ഓഫ്. പിന്നെ പ്രോനൗൺസ് ഓഫ് 9 ടൈംസ്: പേഴ്സണൽ പ്രോനൗൺസ്, emphatic pronouns, reflective pronouns, infinitive pronouns, distributive pronouns, demonstrative pronouns, interrogative pronouns, relative pronouns, reciprocal pronouns. ഇതിലിപ്പോ പഠിപ്പിച്ചത് പേഴ്സണൽ പ്രോനൗൺസിന്റെ സബ്ജക്റ്റീവ് പ്രോനൗൺസ്. ഫസ്റ്റ് വൺ സബ്ജക്റ്റീവ് pronouns used as the subject of a sentence. Example: I am a teacher. I, you, we, they, she, it. Second one, objective pronouns used as the object of the sentence. Shahina respects me, me, you, us, them, him, her, it. Possessive pronouns used possession, possession. Ajmal is my son. My, mine, here, or there, his, her, its. അമല ക്ലിയർ ആകുന്നില്ല കേട്ടോ, ഒന്ന് റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യണേ. Okay, I can hear you clearly. മാം ഞാൻ പറയാം. എന്തോ? ഹലോ, മാം ഞാൻ പറയാം. Okay. Pronouns. A pronoun is a word that we use in place or noun of a noun. Pronoun is a word that used instead of a noun to avoid the repetition of a noun. അതായത് ഒരു പേരിന് പകരം യൂസ് ചെയ്യുന്നതിന്, അതായത് ഇപ്പൊ എന്റെ ഷൈമ, നമുക്ക് ഒരു പേരിന് പകരം റിപ്പീറ്റായി യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇറ്റ്, ദാറ്റ് അങ്ങനെയൊക്കെ ഓരോന്ന് ചേർത്തില്ലേ, അതിനെയാണ് പ്രോനൗൺസ് എന്ന് പറയുക.
Pronouns classified in 9 types. Personal pronoun, empathetic, reflexive, പിന്നെ ഇൻഡിഫിനിറ്റീവ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ്, ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ്, റിലേറ്റീവ് പ്രോണൗൺസ്, റെസിപ്രോക്കൽ പ്രോണൗൺസ്. ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ പ്രോണൗൺസ്. പേഴ്സണൽ പ്രോണൗൺസ് എന്ന് പറയുന്നത് ഐ, യു, വി, ദേ, അങ്ങനെ നമ്മൾ പേഴ്സണൽ പ്രോണൗൺസിനെ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റീവ് പ്രോണൗൺസും, ഒബ്ജക്റ്റീവ് പ്രോണൗൺസ്, പൊസസീവ് പ്രോണൗൺസ്. സബ്ജക്റ്റീവ് പ്രോണൗൺസ് എന്ന് പറയുന്നത് യൂസ് ആസ് എ സബ്ജക്റ്റ് ഓഫ് സെന്റൻസ്. ഐ ആം എ ടീച്ചർ എക്സാമ്പിൾ പറയണമെങ്കിൽ അതിലത്തെ ഐ എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ്. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ് പ്രോണൗൺസ്. പ്രോണൗൺസ് യൂസ്ഡ് ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ്. അതായത് ഷാഹിന റെസ്പെക്ട് മീ, ഷാഹിന റെസ്പെക്ട് മീ, അവിടെ പറയണ ഷാഹിന ഉള്ളത് പ്രോണൗൺസും ഒബ്ജക്റ്റീവ് പ്രോണൗൺസ് എന്ന് പറയുന്നത് മീ എന്നുമാണ്. പൊസസീവ് പ്രോണൗൺസ്. പ്രോണൗൺ ഈസ് യൂസ്ഡ് ഡിനോട്ട് പൊസഷൻ, അതായത് ഒരു സ്ഥാനം. ഒരു എക്സാമ്പിൾ അജ്മൽ ഈസ് മൈ സൺ, അപ്പൊ അവിടെ മൈ, എന്റെ എന്നും ഒരു സ്ഥാനം, നമ്മൾ സ്ഥാനം കൊണ്ട് പറയണത്, അതാണ് പൊസസീവ് പ്രോണൗൺസ്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു പേഴ്സൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് ആരാണോ അവരാണ് ഫസ്റ്റ് പേഴ്സൺ, അതായത് ഐ, വി. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് സംസാരിക്കുന്നത് ആരാണോ കേൾക്കുന്നത് അവരെ പറയുന്നതാണ് സെക്കൻഡ് പേഴ്സൺ എന്നത്. സെക്കൻഡ് പേഴ്സൺ അത് യു ഓർ യുവർ. തേർഡ് പേഴ്സൺ എന്നത് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ആരുടെ അടുത്താണോ സംസാരിക്കുന്നത് ആ വ്യക്തി തേർഡ് പേഴ്സൺ. ഷീ, ഇറ്റ്, ദേ, അങ്ങനെ വരാം. പിന്നെ സബ്ജക്റ്റീവ് പ്രോണൗൺസ് ഐ സിംഗുലറും പ്ലൂറലും വരാം. അപ്പൊ ഐ ആണെങ്കിൽ പ്ലൂറൽ വി ആണ്. ഒബ്ജക്റ്റീവ് പ്രോണൗൺസ് മീ ആണെങ്കിൽ പ്ലൂറൽ അസ് ആയിരിക്കും. പൊസസീവ് പ്രോണൗൺസ് മൈ ഓർ മൈൻ ആണെങ്കിൽ പ്ലൂറൽ അവർ ആൻഡ് അവേഴ്സ് ഓർ അവേഴ്സ് ആയിരിക്കാം. ദെൻ ഇത്രയേ ഉള്ളൂ മാം, ഇത്ര എനിക്ക് മനസ്സിലായുള്ളൂ. ഓക്കെ ഷൈമ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും പേഴ്സണൽ പ്രോണൗൺ നന്നായിട്ട് പഠിച്ചിട്ട് വരും. പഠിക്കാൻ മീൻസ് ഞാൻ പറയുന്നത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് ശരിക്കും ഇതെല്ലാം പഠിക്കേണ്ടത്. മനസ്സിലാക്കി പഠിക്കാം. ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യാം. അപ്പൊ അറിയാവുന്നവരും അറിയാത്തവരും ഗ്രൂപ്പിൽ ഉണ്ടാകും. ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇതിനെ കുറിച്ച് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഇതിന്റെ കുറെ പേർക്ക് മനസ്സിലാവാത്തവരുണ്ട്, മനസ്സിലായി എന്ന് പറഞ്ഞാലും മനസ്സിലാവാത്തവരുണ്ട്. ഓക്കെ, എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നന്നായിട്ടൊക്കെ നോക്കിയിട്ട് വരും, നമുക്കൊന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ. ദിവ്യ ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ എനിക്ക് തോന്നി കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. സൈൻ ഔട്ട് കഴിഞ്ഞു. സൈൻ ഔട്ട് ഇല്ല. എന്താണ് സൈൻ ഔട്ട് ഒന്നും ഇല്ലേ? അറിയൂ. ഞാൻ പറയാം. സൈൻ ഔട്ട് പറയാൻ എനിക്ക് പോവാൻ ഒരു പാട്ട് പാടാലോ അല്ലേ? ആയിക്കോട്ടെ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയ താരേ, മുടിയില കോരിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയ താരേ, അവളുടെ മിഴിയിൽ കരിമഷിയാല് കനവുകളെഴുതിയ താരേ. ആ മേഡം, ഞാൻ വിനീഷയാണ്. എനിക്ക് ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതായത് ക്ലാസ് നമ്മൾ മിസ് ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് ഇന്ന് മനസ്സിലായി. അതായത് ഇന്നിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ മാം പറഞ്ഞു തന്നതെല്ലാം മനസ്സിലായി. പക്ഷെ നമ്മളത് അതിന്റെ വീഡിയോ കാണുമ്പോൾ അത് ക്ലിയർ ആയിട്ട് അത്ര ക്ഷമയില്ല. പിന്നെ നമ്മൾക്കത് ഇരുന്ന് കാണുമ്പോഴേക്കും ബോറടിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് വളരെ നന്നായി തന്നെ മാഡം ക്ലാസ് എടുത്തു. പിന്നെ പ്രോനൗൺ എന്താണെന്നും എത്ര തരം പ്രോനൗൺ ഉണ്ട് എന്ന് എല്ലാം മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു.
മാക്സിമം ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കും കേട്ടോ. പറഞ്ഞ പോലെ Okay. ഭയങ്കര ബോറിംഗ് ആണ്, അതെനിക്കറിയാം. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. Thank you, ma'am. Okay, ma'am. Thank you. Thank you, ma'am.